കേരളത്തിൽ കുറെ ഭ്രാന്തന്മാരുണ്ട്, രാഷ്ട്രീയ ഭ്രാന്തന്മാര്. ഈ രാഷ്ട്രീയ ഭ്രാന്തന്മാരുടെ പറയുക ചാനലുമാർ രാഷ്ട്രീയ ഭ്രാന്തന്മാർ. പൂഞ്ഞാറിലെ ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്നു, കുറെ അയാളുടെ വാക്കൊന്നും കേൾക്കാത്തത്. പൂഞ്ഞാറിലെ PC എന്തായിരുന്നു അയാളുടെ പേര്? PC ജോർജ്. അയാളിപ്പോ പറഞ്ഞു നെഹ്റുവിന്റെ ഉപ്പ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണ്. ഇന്നലെ പറഞ്ഞു, വിഡിത്തം വിളിച്ചു പറഞ്ഞ് ശ്രദ്ധിക്കുക. അടുത്തൊരു ഭ്രാന്തനാണ് അൻവർ. അടുത്തൊരു ഭ്രാന്തനായിരുന്നു അൻവർ ഭ്രാന്തനാണ്. അയാളുടെ പുറകെ പോണ്ട എന്ന് തീരുമാനിക്കാൻ ഇച്ഛാശക്തി കാണിച്ച ഒരു നേതാവായിരുന്നു സഖാവ് CK ചന്ദ്രപ്പൻ. അയാളുടെ പുറകെ പോണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോ കണ്ടാ പഠിക്കാത്തവര് കൊണ്ടപ്പ പഠിച്ചു അല്ലേ? ആ ഭ്രാന്തനെ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനതകൾക്ക് എത്രയാ പൈസ ചെലവായത്? എത്രയോ ഈ അടുത്ത തെരഞ്ഞെടുപ്പ്, അടുത്ത മന്ത്രിസഭയുടെ കാലാവധി തീരാൻ പോകുമ്പോൾ രാജിവെച്ചിട്ട് പുതിയ ലാവണങ്ങൾ തേടിപ്പോയില്ലേ അയാള്? ഇല്ലേ? അത്തരത്തിൽ കുറെ ഭ്രാന്തന്മാർ.